ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു PSP ഇൻസൈറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഴങ്ങറിയാണ്. അത് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ഞാൻ ഇവിടെ എനിക്ക് ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെറിയ ബൗളിൽ ചെറിയ 2 ഉരുളൻകിഴങ്ങ്, പിന്നെ 2 സവാള, അതും ചെറിയ 2 സവാള, പിന്നെ വേണ്ടത് 2 പച്ചമുളക്, പിന്നെ കടുക് വറക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് വറ്റൽമുളകുണ്ട്, പെരിഞ്ജീരകമുണ്ട്, ഉഴുന്നുണ്ട്, കടുകുണ്ട്. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ വേണം. തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ ഇതുപോലത്തെ കോക്കനട്ട് പൗഡർ യൂസ് ചെയ്താലും മതി. ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് 10 മിനിറ്റ് കൊണ്ട്, 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് കിഴങ്ങറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണം. എന്നിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ഇത് 3 ഇട്ട് ഒരു കാര്യം പറയാൻ മതി, ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊരു 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇത്രയും വെള്ളം മതി. ഇനി അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് വിസിൽ അടിച്ചു കഴിഞ്ഞു. ഒരു 2 വിസിലും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇറക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ഇച്ചിരി ഗരം മസാല ചേർക്കാം. പിന്നെ ഇറക്കി കഴിയുമ്പം മല്ലിയിലയില്ലേ, മല്ലിയില വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഒരു നല്ല സ്മെല്ല് വരും. അത് ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. ഇതിലുള്ള ഗരം മസാല വേണ്ടാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. അല്ലാതെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അടുത്ത വിസിൽ ഇപ്പോൾ വരും. അടുത്ത വിസിൽ വന്നിരിക്കുന്നു. ഇനി ഒരു വിസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വെച്ചിട്ട് പ്രഷർ പോയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിക്കണം. അപ്പോൾ ഞാനിതിനകത്ത് പൗഡറാണ്. അപ്പോൾ ഇളം ചൂടുവെള്ളം ഉപയോഗിച്ചാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്. നമുക്ക് ശകലം തേങ്ങാപ്പാൽ മതി. അപ്പം ഇളം ചൂടുവെള്ളം ഉപയോഗിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്ത് കട്ട കിടക്കരുത്, നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രഷറൊക്കെ പോയി ഉണ്ടോ. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പം കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉണ്ടോ. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കിഴങ്ങൊന്ന് ഉടച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ തേങ്ങാപ്പാൽ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഒഴിക്കേണ്ട. ഒഴിച്ചില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ചുകൂടെ ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ കോക്കനട്ട് പൗഡർ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്ന് സിമ്മിലിട്ടിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇനി എടുക്കാം. ഈ തേങ്ങാപ്പാൽ ഒഴിച്ചത് കാരണം ഒരുപാട് തിളപ്പിക്കരുത്, പിരിഞ്ഞു പോവും. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കടുക് വറുത്തിനകത്തിടാം. കറി ഇവിടെ ഇതായി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കടുക് വറക്കാം. വേണ്ട തരാം മോനെ. എൻ്റെ മോൾ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ ഇതുണ്ടെങ്കിൽ നമുക്ക് കടുക് വറുത്തെടുക്കാൻ എളുപ്പമാണ്. എല്ലാവരുടെ കയ്യിലും ഇതുപോലെ
ഇവിടെ കടി കൂടെ ശരിയായിട്ടുണ്ട്. ഇത് നമ്മുടെ കിഴങ്ങറിയിലേക്ക് അപ്പോൾ കറക്റ്റ് കടുക് ശരിയായിട്ടുണ്ടെങ്കിൽ ഒഴിക്കുമ്പോൾ ഇങ്ങനത്തെ സൗണ്ട് കേൾക്കും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പത്തിനുള്ള കഴിക്കാൻ പറ്റുന്ന കിഴങ്ങറി ഇവിടെ ശരിയായി കഴിഞ്ഞു. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് എടുത്ത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ എല്ലാ പ്രാവശ്യം പറഞ്ഞല്ലോ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻസാണ് നമുക്ക് പ്രചോദനം നൽകുന്നത്. അപ്പം നമ്മുടെ അപ്പത്തിലൂടെ കഴിക്കാൻ പറ്റുന്ന പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന കിഴങ്ങറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പാത്രത്തിലോട്ട് ഇത് മാറ്റാം. അപ്പോൾ നമ്മുടെ കിഴങ്ങറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇടിയപ്പം സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമ്മൾ ധൃതിക്ക് ഇരിക്കുന്ന ജോലിക്ക് പണികളൊക്കെ ഉള്ളവരാണെങ്കിൽ പെട്ടെന്ന് ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ PSP ഇൻസൈറ്റ് എന്ന ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ആൻഡ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ നിങ്ങളുടെ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.